ആരാണ് ശ്രമപരാജയ സിദ്ധാന്തം ട്രയൽ ആൻഡ് എറർ തിയറി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ? ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, E.L. തോണ്ടൈക്ക് ആണ്. തോണ്ടൈക്കിനെ കുറിച്ച് പറയുമ്പോൾ ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത് തോണ്ടൈക്കാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് ലോ ഓഫ് റെഡിനെസ്, അതുപോലെ തന്നെ ലോ ഓഫ് എക്സർസൈസ് ആൻഡ് ലോ ഓഫ് ഇഫക്റ്റ്. ഇത് മൂന്നും ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ രചിച്ചത് ആരാണ്? അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. അതിൻ്റെ രചയിതാവ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഒയ്യാരത്തു ചന്തുമേനോൻ. ഒ ചന്തുമേനോൻ ആണ് രചയിതാവ്. ഒ ചന്തുമേനോനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന പുസ്തകം 1889 റിലീസായത്, പബ്ലിഷ് ചെയ്യപ്പെട്ടത്. 1889 നോവലാണ്, ആദ്യത്തെ നോവലാണ്. നോവൽ സാഹിത്യത്തിൻ്റെ, മലയാള നോവൽ സാഹിത്യത്തിൻ്റെ പിതാവെന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലാണ് ശാരദ. ശാരദ 1892 പുറത്തിറങ്ങിയത്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പുറത്തിറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുണ്ടായി. അങ്ങനെ മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൻ്റെ പിതാവായ ഒ ചന്തുമേനോനാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ്. ക്ലിയർ അല്ലേ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2. എന്താണ് അഭാജ്യ സംഖ്യ എന്ന് നമുക്ക് നോക്കാം. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ വലുതായിരിക്കും. അതുപോലെ തന്നെ ഒന്നോ ആ സംഖ്യ കൊണ്ടോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അഭാജ്യ സംഖ്യയെ പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 7, 7നെ നമുക്ക് 1 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, അതുപോലെ 7 കൊണ്ടും ഹരിക്കാം. മറ്റൊരു സംഖ്യ കൊണ്ടും 7നെ പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുകയില്ല. അത് നോക്കുമ്പോഴത്തേക്കും 8 എടുത്തു കഴിഞ്ഞാലോ, 8നെ നമുക്ക് 1 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, 2, 4, 8 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. അതുകൊണ്ട് 8 ഒരു പ്രൈം നമ്പർ അല്ല. ഇനി ഇവിടുത്തെ ഫാക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും 2നെയാണ് നമ്മൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായിട്ട് കണക്കാക്കുന്നത്. 2ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2 ഏക ഇരട്ട സംഖ്യയായ അഭാജ്യ സംഖ്യ. ബാക്കി സംഖ്യകളെല്ലാം തന്നെ ഇരട്ട സംഖ്യ അല്ലാത്ത അഭാജ്യ സംഖ്യകളാണ്. ആദ്യത്തെ ഒരു 10 അഭാജ്യ സംഖ്യകൾ നമുക്ക് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19, 23, 29 ഇങ്ങനെ പോകുന്നതാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്? നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ്, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനം പറയുമ്പോൾ 2026 പരിസ്ഥിതി ദിനം, എല്ലാ പരിസ്ഥിതി ദിനങ്ങളും പ്രത്യേക സന്ദേശങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. 2026 പരിസ്ഥിതി ദിന സന്ദേശം എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഇതായിരുന്നു സന്ദേശം. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ആൻഡ് അവർ ഫ്യൂച്ചർ. ഇതായിരുന്നു 2026 പരിസ്ഥിതി ദിന സന്ദേശം. പരിസ്ഥിതി ദിനം ജൂൺ 5. എല്ലാ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എംഫസിസ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ആക്റ്റീവ് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ? ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ലേണിംഗ് ബൈ ഡൂയിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോജക്റ്റ് മെത്തേഡാണ് ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് മെത്തേഡ് ഓൾവേസ് ലേണർ സെൻറ്റർ അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് മെത്തേഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രോജക്റ്റ് മെത്തേഡ് ഓൾവേസ് പ്രൊമോട്ട് സ്റ്റുഡൻസ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ദം ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, enhances their practical knowledge, and it also increase their collaboration skill and help them to develop research skills, and it is also develop motivation from themselves. A lot of skills നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ദാറ്റ് ഈസ് ത്രൂ ദി പ്രോജക്റ്റ് മെത്തേഡ്. സോ പ്രോജക്റ്റ് മെത്തേഡാണ് ലേണിംഗ് ബൈ ഡൂയിങ്ങിൻ്റെ ഏറ്റവും
പ്രയോജനപ്പെടുത്താവുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത്. പ്രോജക്റ്റ് മെത്തേഡാണ് ലേണിംഗ് ബൈ ഡൂയിങ്ങിൻ്റെ ഏറ്റവും അനുയോജ്യമായ മെത്തേഡെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇതിനകത്ത് നമ്മൾ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രധാനമായിട്ടും എടുത്തത്. ആ 5 ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആവർത്തിച്ച് കാണുക, നന്നായി പഠിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. താങ്ക് യു.